الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാനത്തിന്റെ ശില്പികളും ചാലകശക്തികളുമായ സത്യത്തിന്റെ ആദർശത്തിന്റെ അടിത്തട്ടിൽ മഹാരഥന്മാർ പടുത്തുയർത്തിയ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക മതപണ്ഡിത സഭയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ സമ്മേളനത്തിന്റെ വിളംബരം വിളിച്ചോതിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ചെമ്പാട് റേഞ്ച് കമ്മിറ്റിയും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഐതിഹാസികമായ സന്ദേശ ജാഥയാണ് അനവധി സ്വീകരണ കേന്ദ്രങ്ങളിലെ ഊഷ്മളമായ വരവേൽപ്പുകൾ ഏറ്റുവാങ്ങി നമ്മുടെ പ്രദേശത്തെത്തി ചേർന്നത്. നമുക്കറിയാം, കേരളീയ പൊതുമണ്ഡലത്തിൽ നൂറ്റാണ്ടായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനും അമലും സംരക്ഷിച്ചുകൊണ്ട് മഖ്ദൂമിയൻ പിന്മുറക്കാരായ ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ട് യമനി മാസ്മരികതയുടെ തങ്ക സൗന്ദര്യ നിറകുടം ഉമ്മത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രാജ്യത്ത് പ്രവർത്തിച്ചു വരികയാണ്. 1920 മലബാർ കലാപാനന്തരം പട്ടിണിപ്പാവങ്ങളായ വിശ്വാസികളുടെ വിശ്വാസം ചൂഷണം ചെയ്യാൻ വിധേയ കക്ഷികളും നിരീശ്വര നിർബന്ധ പ്രസ്ഥാനക്കാരും യുക്തിവാദികളും മോഡേണിസ്റ്റുകളും അടക്കം ക്രിസ്ത്യൻ മിഷണറിമാരടക്കം രംഗപ്രവേശനം ചെയ്ത കലാപകലുഷിതമായ കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അനിവാര്യതയുടെ സൃഷ്ടിയായി രൂപീകരിക്കപ്പെട്ടത്. സമൂഹത്തിൽ ചിത്രതയുടെ വാഗ്ദാക്കൾ കടന്നു വന്നതായിരുന്നു സമസ്ത രൂപീകരണ പശ്ചാത്തലമെന്ന് ചരിത്രത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ ദൗത്യ നിർവഹണം ഭംഗിയായി 100 വർഷങ്ങൾക്കിപ്പുറവും മനോഹരമായി ആ ദൗത്യ നിർവഹണം നിർവഹിച്ചു വരികയാണ്. ഇൻഷാ അല്ലാഹ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന സമസ്ത അല്ലാഹു വരദാനമായി നൽകിയ മൊഞ്ചും പവറും ചൊങ്കും ചെറുക്കുമുള്ള നായകന്റെ നായകത്വത്തിൽ സമസ്തയുടെ മക്കൾ ആ ദൗത്യ നിർവഹണം ഭംഗിയായി നിർവഹിച്ചുവെന്ന് സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദ്യത്തെ പതിറ്റാണ്ടുകളിൽ ബിദ്അത്തിനെ ശക്തമായി പ്രതിരോധിച്ചു. അഹ്ലുസുന്നത്ത് വൽ ജമാഅയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കാലഘട്ടത്തിൽ തന്നെ അവാന്തര വിഭാഗങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മുഅ്തസിലിയാക്കളും റാഫിദിയാക്കളും ഖദരിയാക്കളും അടക്കമുള്ള ആളുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ രംഗപ്രവേശനം ചെയ്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അവരവരൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ അവരോടൊക്കെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പുണ്യ സഹാബത്തിന് കൂട്ടത്തിൽ പോലും മുനാഫിഖീങ്ങളായ ആളുകൾ പ്രവർത്തിച്ചിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ മുനാഫിഖീങ്ങൾ ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ സഹാബത്തിന് കൂടുതൽ പ്രവർത്തിച്ചിരുന്നു. അവർ പള്ളി ഉണ്ടാക്കി ഉദ്ഘാടനത്തിന് വേണ്ടി മുസ്തഫ തങ്ങൾ ക്ഷണിച്ച സമയത്ത് ലാ തഖം ഫീഹി ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന പരിശുദ്ധ ഖുർആൻ പോലും ആയത്തിറങ്ങി. ആ മസ്ജിദുൽ ഖുർആൻ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല നബിയെ, അതിന്റെ ഉദ്ഘാടനത്തിന് പോകാൻ പാടില്ല നബിയെ, അത് പൊളിച്ചു മാറ്റണമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ആദർശം അതിപ്രധാനമാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന്റെ സമരാർജിത സമ്പത്ത് ഓഹരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുൽഖുവൈസർ എന്ന സഹാബി എഴുന്നേറ്റ് പറഞ്ഞു, എഴുതില്ല മുഹമ്മദ്, നീതി കാണിക്കണം നബിയെ. ആ സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ചോദിച്ചു, ശാന്തി ദൂതനായ മുസ്തഫ തങ്ങൾ ചോദിച്ചു, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ ലോകത്താരാണ് നീതി കാണിക്കുക? അതിന്റെ കൂടെ മുസ്തഫ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. അവന്റെ ചില കൂട്ടുകാരുണ്ട്, അവർ അവസാന നാളിൽ പ്രത്യക്ഷപ്പെടും. വേട്ടമൃഗത്തിൽ നിന്നും അമ്പ് തെറിച്ചു പോകുന്നത് പോലെ അവർ ദീനുൽ ഇസ്ലാമിൽ ധരിച്ചു പോകും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂൻ പരിശോധിച്ചു നോക്കിയാൽ
വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, അവരുടെ ശരീരം കണ്ടാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. വയഖൂലു തസ്മഅ ലിഖൗലിഹിം, അവർ എന്തെങ്കിലും കേട്ടാൽ സംസാരിച്ചാൽ, അവർ പ്രഭാഷണം നടത്തിയാൽ മനോഹരമായ സാഹിത്യ സമ്പുഷ്ടങ്ങളുടെ മനോഹാരിത കൊണ്ട് പ്രഭാഷണ വൈഭവം സൃഷ്ടിച്ചുകൊണ്ട് മനോഹരമായ പ്രഭാഷണം നടത്തിയാൽ ആ പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നു പോകും. പക്ഷേ കഅന്നഹും ഖുശബും മുസന്നദ, അവർ അട്ടിക്കിട്ട വിറക് പോലെയാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വിശ്വാസം അതിപ്രധാനമാണ്. ശരീഅത്തില്ലാത്ത ഒരാളെയും അംഗീകരിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മക്കളെ കിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സകലമായ കപടങ്ങൾക്കെതിരെയും സന്ധിയില്ല സമരം ചെയ്ത് വിജയ ശ്രീരാളിതരായിട്ടാണ് ഈ രാജ്യത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി അനവധി കള്ളത്വരീക്കത്തുകാർ ഇവിടെ വന്നു. ഒരുപാട് കള്ളത്വരീക്കത്തുകാരെ അവരുടെ തനിനിറം കപടമുഖം വലിച്ചു കയറി ജനസമക്ഷം സമസ്ത പ്രദർശിപ്പിച്ചു. ആലിവ ത്വരീക്കത്ത് വന്നു, നൂരിഷ ത്വരീക്കത്ത് വന്നു, ഷംസിയ ത്വരീക്കത്ത് വന്നു. എവിടെ കള്ളന്മാർ എവിടെ പ്രത്യക്ഷപ്പെട്ടാലും അതിനെക്കുറിച്ച് ആധികാരികമായി പറയുകയും സമൂഹത്തിന് അതിനെക്കുറിച്ചുള്ള ഉത്ബോധനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കലാന്തരങ്ങളിൽ നടന്നു പോയിട്ടുണ്ട്. സമസ്തയുടെ എളിയ ഹാദിമ്യങ്ങളായ നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ദൗത്യ നിർവഹണം നിർവഹിച്ചിട്ടില്ലെങ്കിൽ സമസ്ത എന്ന് പറഞ്ഞു നടക്കുന്നതിൽ യാതൊരു കാര്യവും ഉണ്ടാവില്ല. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കി. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ നിർമ്മിച്ചു. ആ സത്യവിശ്വാസികളോട് മുഴുവനും കപ്പലിൽ കയറാൻ വേണ്ടി ആവശ്യപ്പെട്ടു. തന്റെ മകൻ കനാൻ പോലും കപ്പലിൽ കയറാതെ വിസമ്മതിച്ചു. അവൻ പറഞ്ഞൊരു ധിക്കാരത്തിന് സംസാരമുണ്ട്. വെള്ളത്തെ തൊട്ട് എനിക്ക് സംരക്ഷണം നൽകുന്ന, എനിക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഏതെങ്കിലും മുകളിൽ പോയിട്ട് ഞാൻ അഭയം പ്രാപിക്കും, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ആ സമയത്ത് അവസാനം അവൻ എന്ത് സംഭവിച്ചു? എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. വെള്ളത്തിൽ മുങ്ങിച്ചൊക്കെ ചാവുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഇന്നഹു മിൻ അഹ്ലി, അള്ളാഹു എന്റെ മകൻ കന്നാനാണല്ലോ വെള്ളത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നഹു ലൈസ മിൻ അഹ്ലികി, നൂഹ് നബി അവൻ നിങ്ങളുടെ മകനല്ല. കാരണം എന്താ? ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവന്റെ പണി മോശമാണ്, അവൻ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആദർശത്തിന്റെ വിഷയത്തിൽ കോംപ്രമൈസ് ആവാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്, സമസ്തയുടെ മക്കൾക്ക് ഒരിക്കലും തന്നെ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് സയ്യിദുൽ ഉലമയുടെ നായകത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ രൂപീകരണ പശ്ചാത്തലം എന്തായിരുന്നു? ആ ദൗത്യ നിർവഹണം നമ്മൾ ഭംഗിയായി നിർവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ സമസ്തയുടെ ത്രിവർണ്ണ പതാക, പരിശുദ്ധ ലേഖനം ചെയ്യപ്പെട്ട അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത ധവള ത്രിവർണ്ണം കുങ്കുമം മാന്തളർ പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സുന്ദരമായ ആദർശ പ്രചരണ പ്രബോധന പ്രയാണവേദിയിൽ സാധ്യമാകുന്ന സാധ്യതകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി ചങ്കിലച്ചോര അവസാന ചുള്ളിയും ബാക്കിയാവുന്ന കാലത്തോളം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധീരമായി പടവരുതുമെന്ന് ആർജവത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 8 കാസർഗോഡ് കുനിയിൽ അസ്തമാന സൂര്യന്റെ പൊൻകിരണങ്ങൾ സാക്ഷി നിർത്തി സയ്യിദുൽ ഉലമയുടെ പട്ടാളം, പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ പട്ടാളം അണിനിരക്കുന്ന ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന 30 ലക്ഷം ആളുകൾ സംഗമിക്കുന്ന സമസ്തയുടെ 100ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനത്തിലേക്ക് സ്നേഹജനങ്ങളെ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് ഹൃദയാന്തരങ്ങളിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.